ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മാനസ പോവാൻ തയ്യാറായാലും ആന്റി ചിലപ്പോൾ തടസ്സം നിൽക്കും. അതപ്പോഴല്ലേ നമുക്ക് നോക്കാം. അമ്മയ്ക്കിപ്പോ പഴയതുപോലുള്ള വിശ്വാസവും സ്നേഹമൊന്നും മാനസയോട് കാണില്ല ഭാവന. സുനിലിന്റെ ഇവിടേക്കുള്ള വരവും മാനസയുടെ പെരുമാറ്റവും എല്ലാം അമ്മയെ മനസ്സിലാക്കുന്നുണ്ടാവും. പിന്നൊന്നും പറയാൻ പറ്റാത്തത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയിട്ടാവും. എനിക്കെന്തോ മാനസയോട് ആന്റിക്ക് അങ്ങനെയുള്ള വെറുപ്പൊന്നും ഉള്ളതായിട്ട് തോന്നില്ല സൂര്യ. ഇപ്പോഴും മാനസയുടെ വയറ്റിലുള്ളത് നമ്മുടെ കുഞ്ഞു തന്നെയാണെന്നുള്ള വിശ്വാസം ആന്റിക്ക് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ആ വിശ്വാസം മാറണമെങ്കിൽ സത്യം എന്താണെന്ന് മാനസയുടെ നാവിൽ നിന്ന് തന്നെ വരണം. അവളെന്തായാലും ഇപ്പോഴൊന്നും സത്യം പറയില്ല സൂര്യ. അവൾക്കറിയാം ഇപ്പൊ ആകെയുള്ള പിടിവള്ളി നമ്മളാണെന്ന്. സുനില് നാളെ അവരോടൊപ്പം മാനസയില്ലാതെ പോയില്ല എന്ന് പറഞ്ഞാൽ എന്തെയും ഭാവന? അങ്ങനെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സൂര്യ. എന്ത് റിസ്ക് എടുത്തും മാനസയെ നമുക്ക് അവരോടൊപ്പം അയക്കാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കാം. അതേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു വഴി നമ്മൾ കാണേണ്ടി വരും. മറ്റെന്ത് വഴി? കേസൊന്നും ആക്കാനും പറ്റില്ലല്ലോ. ചിലപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു കേസായത്. ഇല്ലെങ്കിൽ നിയമത്തിന്റെ വഴി തന്നെ നമുക്ക് നോക്കായിരുന്നു. അത് വേണ്ട സൂര്യ. അത് മാനസയുടെ ഭാവിയെ തന്നെ ബാധിക്കും. ഒടുവിൽ നമുക്ക് തന്നെ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ബാധ്യതയാവും അത്. വേണമെങ്കിൽ ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി മാനസിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. സുനിലിനൊപ്പം പോവാം. എന്തായാലും മറ്റൊരു പുരുഷൻ ഇനി അവളെ സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടും സുനിലല്ലേ നല്ലത്. നാളെ എന്തായാലും ഇക്കാര്യം പബ്ലിക്കായിട്ട് തന്നെ അവളോട് ഞാൻ പറയും. അവൾ എന്താണ് മറുപടി പറയുന്നതെന്ന് നോക്കട്ടെ. പറയാനൊന്നുമില്ല ഭാവന, അവള് പോവില്ല. പോണോന്ന് വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവളത് ചെയ്തേനെ. സുനിലിന്റെ അമ്മയ്ക്ക് ഇപ്പൊ മാനസയോട് ഒരു ദേഷ്യമില്ല സൂര്യ. അവരെത്ര കാര്യമായിട്ട് എന്നോട് സംസാരിച്ചെന്നറിയോ? ഒരു കണക്കിന് അന്ന് ഞാനും വല്യമ്മയും കൂടി അവരെ പോയി കണ്ടപ്പോ വല്യമ്മ മാനസ ഗർഭിണിയാണെന്ന് പറഞ്ഞത് എന്തായാലും നന്നായി. അതുകൊണ്ട് അവർക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റാതെ വന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുന്നേ തന്നെ മാനസയെ അവർ കൊണ്ടുപോയേനെ. ഒരു കാര്യം ഉറപ്പാണ് ഭാവന, നമ്മളോട് മാനസ പറഞ്ഞ കഥകളൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട. അവള് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സുനിൽ ഒരിക്കലും അവളെ തേടി ഇവിടെ വന്ന് നിൽക്കില്ല. ഇത് അവർക്കിടയിൽ വേറെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതെന്താണെന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയൂ. അത് ശരിയാ സൂര്യ. അതുകൊണ്ടാവും സുനിൽ എന്തൊക്കെ കാണിച്ചിട്ടും അവള് നോർമലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നാളെ നമുക്കൊരു തീരുമാനം എടുക്കണം സൂര്യ. ആന്റിയെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ആന്റി തടഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഭാവന. സത്യം പറഞ്ഞ ഒരു ഡോക്ടർ ആവണമെന്നുള്ളത് എൻ്റെ ചേച്ചിയുടെ നടക്കാതെ പോയ സ്വപ്നമാണ്. ഇപ്പൊ ആ സ്വപ്ന എന്നിലൂടെ ചേച്ചി യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചിരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ടേ താൻ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം. അതിന്റെ അർത്ഥം എന്താ? പഠിക്കുന്ന തന്നെ ഞാൻ ശല്യം ചെയ്യരുതെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പറയണമെന്ന് തോന്നിയ ആളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭാനു, നമ്മുടെ ഭാവിയിൽ എന്നും ആശങ്കപ്പെട്ടവരാണ് നമ്മുടെ പേരൻസ്. തന്നെ ഒരു ഡോക്ടറാക്കാൻ തൻ്റെ ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നെ ഒരു ഡോക്ടറാക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് കരുതി നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അത് പറ്റില്ല. വീട്ടുകാർക്കായാലും നമുക്കായാലും ദീർഘവീക്ഷണം നല്ലതാണ്. പക്ഷേ ലക്ഷ്യത്തിനൊപ്പം നമ്മൾ ഓടുമ്പോഴും നല്ല സൗഹൃദങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. നല്ല സൗഹൃദം ഞാൻ അറിയുന്നില്ലെന്നല്ലേ ജയേഷ് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ ഞാൻ പറയില്ല. കാരണം എൻ്റെ സൗഹൃദം നല്ലതാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഇതുപോലുള്ള ഇടവേളകളിൽ താൻ എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നത്. നേര് പറഞ്ഞ എനിക്ക് ഈ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാലേ പേടിയാ. അയ്യോ, അപ്പൊ എന്നെ കട്ട് ചെയ്യുന്നാണോ? ഒന്നാലോചിച്ച നമ്മുടെയൊക്കെ കൂടിക്കാഴ്ചകൾ തന്നെ അപ്രതീക്ഷിതമല്ലേ?
എവിടെയോ ജനിച്ച് എവിടെയോ പഠിച്ച് ഒടുവിൽ ഇവിടെ വരെ എത്തിയില്ലേ? പരസ്പരം നമ്മൾ പരിചയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണോ ബാനു? അതാണ് ജീവിതം. ചിന്തിച്ചാൽ അതിശയം തോന്നും, ചിന്തിക്കാതിരുന്നാലോ ഒന്നും തോന്നത്തില്ല. എന്തായാലും തൻ്റെ പഠിത്തം തടസ്സപ്പെടുന്ന ഒരു തരത്തിലുള്ള സൗഹൃദത്തിനും ഞാനില്ല. പക്ഷേ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കരുത്. എൻ്റെ ഈ അഭിപ്രായം ഭാനു ഉൾക്കൊണ്ടുവെന്നാണ് ഈ ചിരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതൊക്കെ പോട്ടെ. ക്യാമ്പിന് ഞാൻ വരുന്നുണ്ടോ? ഉറപ്പായും വരണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാമ്പിന് പങ്കെടുക്കുന്നത് നല്ലതാണെന്നും മനുഷ്യൻ എന്താണെന്ന് പഠിക്കാൻ പറ്റുമെന്നും ചേച്ചി പറയാറുണ്ട്. അത് സത്യ. സാധാരണക്കാരായ ഒരുപാട് പേരെ നമുക്ക് പഠിക്കാൻ പറ്റും. റൂറൽ ഏരിയയിൽ പോയാലുള്ള ഗുണം അതാ. എന്തായാലും തൻ്റെ പേരൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ക്യാമ്പല്ലേ, നമുക്കറിഞ്ഞിരിക്കാലോ. സെലക്ഷൻ കിട്ടുമെന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് വേണം ചേച്ചി വിളിച്ച് പറയാൻ. കിട്ടാതിരിക്കാൻ ചാൻസ് കുറവാ. ഡോക്ടേഴ്സ് കൂടുതലുണ്ടാവും. അതാണ് വൺ ഡേ ക്യാമ്പിൻ്റെ ഗുണം. ഓരോ ഡോക്ടേഴ്സിനോടൊപ്പവും 4-5 ജൂനിയേഴ്സ് ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് 400ഓളം പേരെ ആയിരിക്കും പരിശോധിക്കുന്നത്. എത്രമാത്രം കഷ്ടപ്പെട്ടാലാണ് ഒരു ഡോക്ടറാവാൻ പറ്റുന്നത്, അല്ലേ ബാനു? എന്നാ വാ. ഏട്ടാ, ചായ. നമ്മൾ ഇത്രയും മെനക്കെട്ട് പോയി കല്യാണം വിളിച്ചിട്ടും ഒരാൾ പോലും മോഹനേട്ടന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നില്ലല്ലോ. നിനക്കറിയാലോ അവിടുന്ന് ആരും വരില്ലെന്ന്. വർഷങ്ങളായി എന്നോടുള്ള ശത്രുത ഇപ്പോഴും ഉണ്ടോന്ന് ഞാൻ ഒന്ന് പരീക്ഷിച്ചല്ലേ. എന്നിട്ടിപ്പോ എന്താ മോഹനേട്ടന് മനസ്സിലായത്? എന്തു മനസ്സിലാക്കാൻ? കാലം മാറി എന്നല്ലാതെ ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കാണേണ്ടി വന്ന കണ്ടല്ലേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുമ്പോൾ ഒരല്പമെങ്കിലും സ്നേഹം സ്വന്തം അനിയനോട് കാണിക്കുന്ന ഞാൻ കരുതിയത്. ആ വീടിനകത്തേക്ക് എന്നെ കയറ്റുമോന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു.